ഇത്തവണത്തെ ഖത്തർ ക്യാൻവാസ് മെഡ് ചാറ്റ് കിംസ് ഹെൽത്ത് ഖത്തർ ENT സ്പെഷ്യലിസ്റ്റ് മിസ് നിധി മാത്യു നമ്മോടൊപ്പം. ഹലോ, ഞാൻ ഡോക്ടർ നിധി മാത്യു, ENT സ്പെഷ്യലിസ്റ്റ് കിംസ് ഹെൽത്ത് ഖത്തർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് തലകറക്കം അഥവാ വെർട്ടൈഗോയെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് തലകറക്കം വെർട്ടൈഗോ ഒരു ഡിസീസാണ്. അത് പക്ഷേ ഒരു ഡിസീസല്ല, അതൊരു ഡിസീസിൻ്റെ സിംറ്റം മാത്രമാണ്. തലകറക്കം നമുക്ക് പല കാരണങ്ങളുകൊണ്ട് ഉണ്ടാവാം. നമ്മളതിനെ 3 കോസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ കോസ് പെരിഫറൽ കോസ്. ആ കോസ് യൂഷ്വലി ഇയർ സംബന്ധമായ പ്രശ്നങ്ങളിൽ വരുന്ന കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രശ്നം എന്ന് പറയുന്നത് BPPV അഥവാ ബിനൈൻ പെറോക്സിസമൽ പൊസിഷണൽ വെർട്ടൈഗോ എന്ന് പറയും. പിന്നെ ചെവി സംബന്ധമായ മറ്റ് അസുഖങ്ങൾ, മിനിയേഴ്സ് ഡിസീസ്, വെസ്റ്റിബുലർ ന്യൂറോനൈറ്റിസ്, ഇതെല്ലാം കൊണ്ടിട്ട് നമുക്ക് തലകറക്കം ഉണ്ടാവാം. സെക്കൻഡ് കോസ് എന്ന് പറയുന്നത് സെൻട്രൽ കോസസ്. പേര് പോലെ തന്നെ അത് സെൻട്രൽ അഥവാ ബ്രെയിൻ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്ന തലകറക്കമാണ്. അതിൽ ബ്രെയിനിൽ ബ്ലഡ് വെസൽസിൽ രക്തം കട്ട പിടിക്കുക, സ്ട്രോക്ക് വരിക, അല്ലെങ്കിൽ ബ്രെയിനിൽ ചില ട്യൂമേഴ്സ്, ഇതെല്ലാം കാരണം തലകറക്കം ഉണ്ടാവാം. മൂന്നാമത് വരുന്ന കോസ് സിസ്റ്റമിക് കോസസ്. ചില ഹാർട്ട് കണ്ടീഷൻ, കാർഡിയാക് പ്രോബ്ലം കൊണ്ടുവരെ നമുക്ക് തലകറക്കം ഉണ്ടാവാം. അനീമിയ, രക്തക്കുറവ്, BP ലോ ആവുക, ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം തലകറക്കത്തിൻ്റെ കാരണമാണ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എന്ത് തരത്തിലുള്ള തലകറക്കമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പെരിഫറൽ ആണോ, സെൻട്രൽ ആണോ, അതോ സിസ്റ്റമിക് ആണോ? ഇത് നമുക്ക് പറ്റുന്നത് ഒരു നല്ല ഡീറ്റെയിൽഡ് ഹിസ്റ്ററി പേഷ്യൻ്റിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇനിയും സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള തലകറക്കത്തിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞ പോലെ അത് BPPV എന്നാണ് പറയുന്നത്. നമ്മൾ കോമൺലി പേഷ്യൻസ് പറയുന്നത് ഇയർ ബാലൻസ് പ്രോബ്ലം എന്നാണ്. ഇനി ഇത് ആർക്കാണ് ഉണ്ടാവുന്നത്? ഇത് യൂഷ്വലി എന്ത് ഏജ് ഗ്രൂപ്പിനും ഉണ്ടാവാം, പക്ഷേ കോമൺലി കണ്ടുവരുന്നത് ഓൾഡ് ഏജിലാണ്. എന്തുകൊണ്ടാണ് BPPV ഉണ്ടാവുന്നത്? നമുക്ക് ചെവിയിൽ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചെവിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. ഇന്നർ ഇയർക്ക് നമുക്ക് 2 ഫംഗ്ഷനാണ് ഉള്ളത്. ഒന്ന് കേൾവി, രണ്ടാമത് ബാലൻസ്. ഇന്നർ ഇയറിൽ നോർമലി നമുക്ക് ചെറിയ കാൽഷ്യം ക്രിസ്റ്റൽസ് ഉണ്ട്. ആ കാൽഷ്യം ക്രിസ്റ്റൽസിൻ്റെ സ്ഥാനം മാറുമ്പോഴാണ് നമുക്ക് തലകറക്കം ഉണ്ടാവുന്നത്. പേര് പോലെ തന്നെ പേഷ്യൻ്റ് ഉണ്ടാകുന്ന സിംറ്റം അതുപോലെയാണ്. ഹെഡ് പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് പേഷ്യൻ്റ് സിംറ്റം പറയുന്നത്. ഇപ്പോൾ ടിപ്പിക്കൽ ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഒരു പേഷ്യൻ്റ് BPPV ഉള്ള ഒരു പേഷ്യൻ്റ് ടിപ്പിക്കൽ ഹിസ്റ്ററി എന്ന് വെച്ചാൽ എണീക്കുമ്പോൾ പെട്ടെന്ന് എണീറ്റപ്പോൾ രാവിലെ തലകറക്കം, അതിൻ്റെ കൂടെ വോമിറ്റിംഗ്, അല്ലെങ്കിൽ അമിതമായിട്ട് വേർക്കുക, സ്വെറ്റിംഗ്, ഇതെല്ലാം അതിൻ്റെ സിംറ്റം ആവാം. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഈ കാൽഷ്യം ക്രിസ്റ്റൽസ് എന്തുകൊണ്ടാണ് സ്ഥാനം മാറുന്നത്? നമുക്ക് കോമൺലി ട്രോമ കാരണം ഇതുണ്ടാവാം. പക്ഷെ പലപ്പോഴും ചില കേസസിൽ ഒരു കാരണമില്ലാതെയും നമുക്കിത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് സിമ്പിളായിട്ടൊരു ഡോക്ടർ, ENT ഡോക്ടർ അടുത്ത് പോയാൽ ഒരു ടെസ്റ്റ് ചെയ്ത്, ഒരു ക്ലിനിക്കിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ആ ടെസ്റ്റിൻ്റെ പേരാണ് ഡിക്സ് ഹോൾപൈക്ക് മാനുവർ. അതിന് ഡോക്ടർ നിങ്ങളെ പേഷ്യനെ കിടത്തിക്കൊണ്ട് തല 2 സൈഡിലും ചരിച്ച് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അഥവാ ആ ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആണെന്ന് അറിയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് BPPV ഉണ്ടെന്നാണ്. അങ്ങനെ കണ്ടുപിടിച്ച് അപ്പം തന്നെ ഡോക്ടർ നിങ്ങൾക്ക് റീപൊസിഷനിങ് മാനുവർ, ഈ ക്രിസ്റ്റൽസിനെ റീപൊസിഷൻ ചെയ്യാനുള്ള മാനുവർ, അതിൻ്റെ പേരാണ് എപ്ലീസ് മാനുവർ. ആ മാനുവർ ചെയ്ത് ഇത് ശരിയാക്കാവുന്നതാണ്. അത് കഴിയുമ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് പ്രത്യേകമായ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരുന്നതായിരിക്കും പോസ്റ്റ് പ്രൊസീജിയർ. ഈ ഒരു അസുഖത്തിന് ഗുളികകൾക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. ഇതൊരു ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ടാബ്ലറ്റ്സ് കൊണ്ട് അല്ല. നമുക്ക് ഈ പൊസിഷനിങ് മാനുവർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കിത് ശരിയാക്കാൻ പറ്റുന്നത്. ഈ ഒരു അസുഖത്തിന് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വെസ്റ്റിബുലർ എക്സസൈസസ് അഥവാ വെസ്റ്റിബുലർ റീഹാബിലിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തരുന്നതായിരിക്കും. അത് കുറച്ച് കാലത്തേക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തിന് പിന്നെയും വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൂന്ന് കാര്യത്തിലും ഏതാണ് അതിൻ്റെ കോസ്, പെരിഫറൽ ആണോ, സെൻട്രൽ ആണോ, അതോ അതർ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അഥവാ നമുക്ക് പേഷ്യൻസിന് തലകറക്കത്തിൻ്റെ കൂടെ കേൾവി കുറവ്, ചെവിക്ക് മൂളിച്ച, ഇങ്ങനെ വേറെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം പേഷ്യൻ്റെ അടുത്ത് സ്കാനിങ് പോലെ, തലയുടെ സ്കാനിങ് അല്ലെങ്കിൽ ചെവിയുടെ സ്കാനിങ് പോലെ നമ്മൾ ചോദിക്കാറുണ്ട് ടെസ്റ്റ്. പേഷ്യൻറ്റ് വേറെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ചില ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാറുണ്ട് കോസ്. അപ്പോൾ എനിക്ക് ഉള്ള ടേക്ക് ഹോം മെസ്സേജ് നിങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തലകറക്കം വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കണ്ടിട്ട്
ഏത് തരത്തിലുള്ള തലകറക്കാണ് നിങ്ങൾക്കുള്ളത് അത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ അത് തടയാനും അത് കൺട്രോൾ ചെയ്യാനും പറ്റും. In KIMS Health, we have 3 branches in Qatar. We have one in Wakra, Mishaf and Barwa City. I'll be available in the Barwa City branch from 9 a.m. to 1 p.m. and evening from 4:30 to 9 p.m. Thank you.